ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ മലപ്പുറം ജില്ലയുടെ LDC സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള മെസ്സേജ് വന്നിരിക്കുകയാണ്. അപ്പോൾ എത്രയാണ് മെസ്സേജ് വന്ന ആ ഒരു കട്ട് ഓഫ് ഏകദേശം നമുക്ക് നോക്കാം. കൃത്യമായി നമുക്കറിയില്ലെങ്കിലും ഉദ്യോഗാർത്ഥികൾക്കിടയിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ച് നമുക്കത് പറയാം. കൂടാതെ നിലവിലെ നിയമന നില എത്രയാണെന്ന് പരിശോധിക്കാം. മുൻവർഷത്തെ കട്ട് ഓഫ് എത്രയായിരുന്നു, ലിസ്റ്റിൽ ഉൾപ്പെട്ടവരുടെ എണ്ണം എത്രയായിരുന്നു എന്നൊക്കെ വിശദമായി പരിശോധിക്കാം. അപ്പോൾ മാസ്റ്റർ ക്ലാസ് ബൈ കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എടാ, അപ്പോ നമ്മുടെ മലപ്പുറം ജില്ലയുടെ LDC പരീക്ഷ എഴുതിയവർക്ക് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള മെസ്സേജ് വന്നിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ ഈ മലപ്പുറം ജില്ലയിലാണ് പരീക്ഷ എഴുതിയെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പ്രൊഫൈലിൽ ഒന്ന് പരിശോധിച്ച് നോക്കുക. നിങ്ങൾക്ക് ഈ ഒരു കട്ട് ഓഫ് റേഞ്ചിനേക്കാൾ മാർക്ക് കൂടുതലുണ്ടെങ്കിൽ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള മെസ്സേജ് നിങ്ങളുടെ പ്രൊഫൈലിൽ വന്ന് കിടക്കുന്നുണ്ടാവും. ഇന്ന് രണ്ട് ജില്ലയുടെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജ് ആണ് വന്നിരിക്കുന്നത്. ഒന്ന് മലപ്പുറം ജില്ലയും മറ്റൊന്ന് ഇടുക്കി ജില്ലയും. ഇതോടുകൂടി 14 ജില്ലകളിലെയും സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജ് ഏകദേശം പൂർത്തിയായിരിക്കുകയാണ്. ഇനി അവന്റെ വരവാണ്. ആരാണ്? അതെ, ഷോർട്ട് ലിസ്റ്റുകളുടെ വരവ്. നമുക്കറിയാം ഏകദേശം ഒരു 2 ആഴ്ച ആകുമ്പോഴേക്കും നമുക്ക് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജ് ഒക്കെ കഴിഞ്ഞിട്ടാകുമ്പോൾ സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി 2 ആഴ്ച കഴിയുമ്പോഴേക്കും നമുക്ക് നമ്മുടെ മുന്നിലേക്ക് അവൻ വരികയാണ്, ഷോർട്ട് ലിസ്റ്റ് വരികയാണ്. അപ്പോൾ അതിനുവേണ്ടിയുള്ള ആകാംക്ഷയോടെ കാത്തിരിപ്പാണ് ഇനി. അതിനു മുമ്പ് നിങ്ങൾ മലപ്പുറം ജില്ലയുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇതിന്റെ വിശദാംശങ്ങൾ ഒന്ന് വ്യക്തമായിട്ടൊന്ന് പരിശോധിച്ചു പോവാം. നിലവിലെ കട്ട് ഓഫ് എന്ന് നമുക്ക് ഏകദേശം അറിവായിട്ടുള്ളത് 67 മുകളിലായിരിക്കുമെന്ന് മാത്രമാണ്. എത്ര എന്ന് ഉറപ്പിച്ച് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുന്നില്ല. പല സ്ഥലത്തും 66.67 ഒക്കെ പറയുന്നുണ്ട്, 67 പറയുന്നുണ്ട്, 68 പറയുന്നുണ്ട്, 69. അപ്പൊ 67 മുകളിലാണ് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ വേണ്ടി സാധിക്കും. അതായത് കട്ട് ഓഫ് എന്ന് പറയുന്നത് മലപ്പുറം ജില്ല 67 മുകളിലായിരിക്കും. ഓക്കെ, അപ്പൊ ആ ഒരു മാർക്കിന് മുകളിലാണ് നിങ്ങളുടെ സ്കോർ എങ്കിൽ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജ് ചിലപ്പോൾ വന്നിരിക്കും. അപ്പൊ നിങ്ങൾ താഴെ ഒന്ന് മലപ്പുറം ജില്ലയിൽ പരീക്ഷ എഴുതിയ ആളുകളാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക, നിങ്ങൾക്ക് എത്രയാണ് മാർക്ക്, നിങ്ങൾ ഈ ഒരു ലിസ്റ്റിൽ വന്നിട്ടുണ്ടോ എന്ന്. അപ്പൊ നമുക്ക് കൃത്യമായി അറിയാൻ വേണ്ടി സാധിക്കും. 67 മുകളിലാണോ കുറവാണോ അല്ലെങ്കിൽ എക്സാക്ട് എത്രയായിരിക്കും എന്നൊക്കെ ഒന്ന് കമന്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നിലവിലെ നിയമന നില നമുക്കൊന്ന് നോക്കിയാൽ നിലവിൽ 840 പേർക്കാണ് മലപ്പുറം ജില്ലയിലെ അഡ്വൈസ് പോയിരിക്കുന്നത്. 840 പേർക്ക്. നമുക്കറിയാം 8/1/2025 ലാസ്റ്റ് അഡ്വൈസ് പോയിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് 1/8/2022 അതായത് 1/8/2022. അപ്പൊ ഈ ഒരു റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി ചോദിച്ചാൽ 1/8/2023 ഒരു വർഷം, 1/8/2024 2 വർഷം, 1/8/2025 3 വർഷം. അതായത് നമ്മുടെ 31/7/2025 അർദ്ധരാത്രിയോടുകൂടി ഈ ഒരു റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി തീരും. 1-ാം തീയതി മുതൽ പുതിയ ലിസ്റ്റിനായിരിക്കും പ്രാബല്യം. പുതിയ ലിസ്റ്റ് അന്ന് വന്നാലോ അല്ലെങ്കിൽ എപ്പോഴാണോ വരുന്നത് അന്ന് മുതൽ പുതിയ ലിസ്റ്റിനായിരിക്കും. 31-ാം തീയതി 31/7/2025 ഈ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി തീരും. അതായത് ഇനി നമ്മുടെ മുന്നിൽ ഏകദേശം 5 മാസം, ഈ ഒരു മാസം കൂടി കൂട്ടിയില്ലെങ്കിൽ 5 മാസത്തോളം നമ്മുടെ മുന്നിൽ ഇനിയുണ്ട് എന്ന് നമുക്ക് അറിയാൻ പറ്റും. ആ 5 മാസം കൊണ്ട് എത്രത്തോളം നിയമനം നടക്കുമോ അത് ഈ ഒരു റാങ്ക് ലിസ്റ്റിന് ബെറ്റർ ആയിരിക്കും എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. നോക്കാം. ഓപ്പൺ കാറ്റഗറിയിൽ 575 അപ്പോയിന്റ്മെന്റ് ആണ്, അഡ്വൈസ് ആണ് പോയിരിക്കുന്നത്. 575ാമത്തെ വ്യക്തിക്ക്. ഈഴവയിൽ 581ാമത്തെ റാങ്കുകാരൻ, സപ്ലിയിൽ SSC സപ്ലിയിൽ 23ാമത്തെ ആള്, ST സപ്ലിയിൽ 18ാമത്തെ വ്യക്തി, മുസ്ലിം 587ാമത്തെ റാങ്ക്, LCI സപ്ലിയിൽ 16, OBC വിത്തിന് OCയിൽ പോയി, വിശ്വകർമ്മ 622ാമത്തത്, SIUC നാടാർ സപ്ലിയിൽ 2ാമത്തെ വ്യക്തി, SCCC സപ്ലിയിൽ 6, ധീവര 815ാമത്തത്, ഹിന്ദു നാടാർ സപ്ലിയിൽ 7, LP 185, LV 13, HI 8, LDCP 9 എന്നിങ്ങനെയാണ് ഈ ഒരു ലിസ്റ്റ് പ്രകാരം അഡ്വൈസ് പോയിരിക്കുന്നത്. ആകെ 840 പേർക്ക് അഡ്വൈസ് പോയിട്ടുണ്ട് എന്ന് കൂടി മനസ്സിലാക്കുക. 575ാമത്തെ ആളാണ് ഓപ്പൺ കാറ്റഗറിയിൽ പോയിരിക്കുന്നത്. ഓക്കെ, ഇതാണ് നിലവിലെ നിയമന നില എന്ന് നമുക്ക് അറിയാം. അതായത് നമുക്ക് ഏകദേശം 5 മാസങ്ങൾക്കകം നമ്മുടെ ഈ ഒരു ലിസ്റ്റ് വരാൻ വേണ്ടി പോകുന്നു നിങ്ങൾക്ക് മനസ്സിലായി. ഷോർട്ട് ലിസ്റ്റ് വരും, സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ കഴിയണം, വെരിഫിക്കേഷൻ കഴിഞ്ഞ ശേഷം റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും. ഇങ്ങനെയാണ് അത് അടുത്ത 5 മാസം കൊണ്ട് നടക്കുകയും ആ നമ്മൾ പറയുന്ന 1/8/2025 തന്നെ ചിലപ്പോൾ പുതിയ LDC റാങ്ക് ലിസ്റ്റ് വരികയും ചെയ്യാം. ഈ നിലവിലെ റാങ്ക് ലിസ്റ്റ് നമുക്കറിയാം 1/8/2022 വന്നത്. ഇതിന്റെ പരീക്ഷ നടന്നത് 20/11/2021 ആ പരീക്ഷ കഴിഞ്ഞിട്ടാണ് 1/8/2022 ലിസ്റ്റ് വന്നിരിക്കുന്നത്. ആ കാറ്റഗറി നമ്പർ 207/2019 ആയിരുന്നു അന്നത്തത്.
ഓക്കെ, അന്നത്തെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 53 മാർക്കായിരുന്നു. നിങ്ങൾ മനസ്സിലാക്കുക, അന്നത്തെ കട്ട് ഓഫ് 53 ആയിരുന്നു. ഇന്നത് 67 മുകളിലേക്ക് എത്തിയിരിക്കുന്നു, അല്ലെങ്കിൽ 66 മുകളിലേക്ക് എത്തിയിരിക്കുന്നു. 13 മാർക്കിന് മുകളിലേക്കാണ് ഇതിന്റെ വ്യത്യാസം വരുന്നത്. നിങ്ങൾ മനസ്സിലാക്കുക, വ്യത്യാസം അത്രത്തോളം വരുന്നുണ്ട്. നമുക്കറിയാം 840 പേർക്കാണ് ഇതുവരെ അഡ്വൈസ് പോയിരിക്കുന്നത്. 575 ആളാണ് ഓപ്പൺ കാറ്റഗറിയിൽ പോയിരിക്കുന്നത്. അതായത് നിങ്ങൾ നോക്കുക, മെയിൻ ലിസ്റ്റിൽ ആകെ 994 പേരും സപ്ലിമെന്ററി ലിസ്റ്റിൽ 1018 പേരുമാണുള്ളത്. ആകെ 2012 പേരുള്ള ലിസ്റ്റിൽ നിന്ന് 840 പേർക്കാണ് നിയമനം കൊടുത്തിരിക്കുന്നത്. 994 പേരാണ് മെയിൻ ലിസ്റ്റിൽ. 575 വ്യക്തിയാണ് ഓപ്പൺ കാറ്റഗറിയിൽ പോയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ നോക്കുക, ഏകദേശം ഈ ഒരു റേഞ്ചിൽ തന്നെ ഇത് നമുക്ക് 5 മാസം ഉണ്ട്. ഏകദേശം 5 മാസത്തിൽ ഒരു 1000 നിയമനം നടക്കുന്നു എന്ന് വിചാരിക്കുക. 1000 1100 നിയമനം നടന്നു കഴിഞ്ഞാൽ ഇനിയത്തെ ലിസ്റ്റ് എന്ന് പറയുന്നത് ആ രീതിയിലേക്ക് ചുരുക്കപ്പെടും. അപ്പൊ ഈ 994 എന്നതിൽ നിന്ന് നമുക്കൊരു 800-നും 950-നും ഇടയിൽ ആളുകളെ ആയിരിക്കും ഇനി മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ. ഇത് തന്നെ നമ്മൾ കുറച്ച് കൂടി പറഞ്ഞതാണ്, എന്നാലും 800 950 എന്ന രീതിയിൽ കാണാം. ആകെ 2012 എന്നുള്ളത് അത് 1750-നും 1900-നും ഇടയിലേക്ക് ചുരുങ്ങപ്പെടും. ഈ രീതിയിലേക്കായിരിക്കാം ഇനി റാങ്ക് ലിസ്റ്റ്. കാരണം ഇത്രയേറെ രീതിയിലേക്കൊന്നും നമ്മളെ ഇത് ഉയരാൻ സാധ്യതയില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതായത് ഇനി ഇത്രത്തോളം ആളുകളെയൊന്നും ഇതിലേക്ക് ഉൾപ്പെടുത്തില്ല. പൊതുവെ LDC നിയമനം വൻ രീതിയിൽ കുറവാണ്. ഈ പറഞ്ഞതിനെ വളരെ കൂടുതലായിട്ട് എനിക്ക് തോന്നുന്നുള്ളൂ. ഇതിലും കുറവായിട്ടായിരിക്കാം ചിലപ്പോൾ 1500 താഴെയൊക്കെ നമുക്ക് വേണമെങ്കിൽ ആകെ പ്രതീക്ഷിക്കാം. ഈ നമ്മുടെ മെയിൻ ലിസ്റ്റ് എന്ന് പറയുന്നത് 800-ന് പകരം 650 മുതൽ 850 വരെ ഉള്ളിലും ആവാനും സാധ്യതയുണ്ട്. അത്രയേറെ ഇതാണ് ഇതിൽ വരുന്നത്. പക്ഷേ മലപ്പുറം ജില്ലയെ സംബന്ധിച്ച് അതിൽ കുറച്ചുകൂടി കൂടുതൽ ഉണ്ടാകുമെന്ന് കരുതിയാണ് നമ്മൾ ഈ ഒരു റേഞ്ച് പറഞ്ഞത്. അത് 800 എന്നുള്ളത് 750 ആക്കാം. 750 മുതൽ 950 വരെ ഈ റേഞ്ചിനുള്ളിൽ തന്നെ ആയിരിക്കും നമ്മൾ അടുത്തത് പ്രതീക്ഷിക്കേണ്ട. ഒരുപാടൊന്നും ഈ ഒരു ഏരിയയിൽ പ്രതീക്ഷിക്കേണ്ട എന്നാണ് നമുക്ക് പറയാനുള്ളത്. പക്ഷെ റാങ്ക് ലിസ്റ്റിൽ വരുന്ന മുഴുവൻ പേർക്കും ജോലി കിട്ടട്ടെ എന്ന് നമുക്ക് പറയാം. കാരണം അത്ര ആളുകളെ ഉൾപ്പെടുത്തുമ്പോൾ മുഴുവൻ പേർക്കും ജോലി കിട്ടുന്ന രീതിയിലാണെങ്കിൽ അത് ഏറ്റവും ബെറ്റർ ആണ് എന്ന് തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയേണ്ടിയിരിക്കും. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് സർട്ടിഫിക്കറ്റ് അപ്ലോഡൊക്കെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞ ശേഷം നമുക്ക് ഇതിന്റെ ഷോർട്ട് ലിസ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഷോർട്ട് ലിസ്റ്റ് വരുന്ന മുറക്ക് കൃത്യമായി നമ്മൾ അതിന്റെ ഡീറ്റെയിൽസ് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. ഓക്കെ അപ്പൊ ഇതില് കിട്ടാതെ പോയ ആളുകൾ ആരും വിഷമിക്കണം കേട്ടോ. നിങ്ങൾ ആരും വിഷമിക്കണം. നിങ്ങൾ ഈ ഒരു ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു പാത പിന്തുടർന്ന ഇതാളാ നിങ്ങളുടെ മുന്നിലേക്ക് 10th മെയിൻസ് വരാനുണ്ട്. ഇപ്പൊ പ്രിലിംസ് കഴിഞ്ഞ 10th മെയിൻസ്, അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ പരീക്ഷ, വെബ്കോ LDC, വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്. 4 പരീക്ഷകൾ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നുണ്ട്. ഈ വർഷം തന്നെ നടക്കുന്ന 2 പരീക്ഷകളുണ്ട്. 10th മെയിൻസിന്റെ സെക്രട്ടേറിയറ്റ് OA, അതുപോലെ ലാബ് അസിസ്റ്റന്റ് അടക്കമുള്ള പ്രധാനപ്പെട്ട പരീക്ഷകൾ ഈ ഒരു വർഷം നമുക്ക് അറിയാം. നമുക്ക് ഏപ്രിൽ മെയ് ജൂൺ മാസങ്ങളിലായിട്ട് അത് നടക്കാനുള്ള സാധ്യതയുണ്ട്. അത് കഴിഞ്ഞ് ഓഗസ്റ്റ് മാസത്തോടുകൂടി നമുക്ക് നടക്കാനുള്ള അസിസ്റ്റന്റ് സെയിൽസ്മാൻ എക്സാം, കൂടാതെ ഈ വർഷം വിജ്ഞാപനം വരുന്ന വെബ്കോ LDC, വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് 2026 പരീക്ഷ നടത്തപ്പെടുന്ന 2 തസ്തികകൾ. ഇതിലേക്കൊക്കെ നിങ്ങൾ ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഈ പഠന നിലവാരം മുന്നോട്ട് കൊണ്ടുപോയ ഈ ലിസ്റ്റിലൊക്കെ നിങ്ങൾക്ക് ഇനി ഉൾപ്പെടാൻ സാധിക്കും. അതായത് ഈ വർഷം നിങ്ങൾക്ക് കയറണമെങ്കിൽ നിങ്ങൾ ഇതാ 10th മെയിൻസിലോ അസിസ്റ്റന്റ് സെയിൽസ്മാനോ ഏറ്റവും നല്ല രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുക. അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വർഷം 10th മെയിൻസിൽ നിങ്ങൾക്ക് കയറാം. അടുത്ത ഒരു വർഷത്തോട് ലാസ്റ്റോടു കൂടി നിങ്ങൾക്ക് അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ ആ ഒരു ലിസ്റ്റിൽ ഉൾപ്പെടാം. ആദ്യത്തെ നല്ല രീതിയിലുള്ള റാങ്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലി പെട്ടെന്ന് കിട്ടും. പിന്നെ വെബ്കോ LDCയും വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റും വരുന്നു. അതും 2027 ഫെബ്രുവരിയോടെ അതിന്റെ ലിസ്റ്റ് വരും. ആ സമയത്ത് 27 ഫെബ്രുവരി ആ ഒരു മാസം തന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് ജോലിയിലേക്ക് പ്രവേശിക്കാനും സാധിക്കും. അത്തരത്തിൽ ഒരുപാട് ഇത് നിങ്ങളുടെ മുന്നിലേക്ക് വരാൻ വേണ്ടി പോവുകയാണ്. ഈ അവസരങ്ങൾ നിങ്ങൾ ഇനി പഠനം പാതി വഴിയിൽ നിലച്ചാൽ ഇതൊന്നും നിങ്ങൾക്ക് കിട്ടില്ല. വീണ്ടും നിങ്ങൾ ഒന്നാമനെ പോലെ പഠിക്കും. നിങ്ങളിപ്പോ LDC പഠിച്ചു, കിട്ടിയില്ല. LGS ശ്രമിച്ച ആളുകളുണ്ട്, കിട്ടിയില്ല. ഇനിയിപ്പോ 10th പ്രിലിംസ് എഴുതിയിട്ടുണ്ട്, അത് എന്റെ ഭാഗ്യം അനുസരിച്ച് കാത്തിരിക്കുന്നു. അതിന് കിട്ടിക്കഴിഞ്ഞാൽ OA മെയിൻസ്, അല്ല നമ്മുടെ 10th മെയിൻസ് എക്സാം, സെക്രട്ടറി OA ഒക്കെ ഉള്ളത് എഴുതാൻ വേണ്ടി സാധിക്കും. അങ്ങനെ കാത്തിരിക്കുകയാണ് നിങ്ങൾ. നിങ്ങൾ ആ ഒരു കണ്ടിന്യൂഷൻ വിടാതെ പിന്തുടർന്നാൽ നിങ്ങൾക്ക് 10th മെയിൻസ് ഈസിയായി കൊണ്ടുപോകാം. അസിസ്റ്റന്റ് സെയിൽസ്മാൻ ഇതൊക്കെ നിങ്ങൾക്ക് കൃത്യമായി കൊണ്ടുപോകാൻ പറ്റും. ഇതിനൊക്കെ ഏറ്റവും ബെറ്റർ ഇതാ ഹാജാസ് ക്ലാസ്സസ് എന്ന് പറയുന്ന ഒരു ആപ്പിലൂടെ നിങ്ങൾക്ക് ക്ലാസ് കിട്ടാൻ വേണ്ടി പോവുകയാണ്. ഏറ്റവും കിടിലൻ ക്ലാസ്സുകൾ, ഏറ്റവും കിടിലൻ അധ്യാപകരൊക്കെ ഉൾക്കൊള്ളുന്ന ക്ലാസ്സുകൾ. 1200-ലധികം റെക്കോർഡഡ് സെക്ഷനുകൾ, 1200-ലധികം റെക്കോർഡഡ് സെക്ഷനുകൾ ഈ ഒരു ക്ലാസ്സിൽ നിങ്ങൾക്ക് ലഭിക്കും. അതും ഏറ്റവും പുതിയ ക്ലാസ്സുകൾ, ഏറ്റവും പുതുതായി റെക്കോർഡ് ചെയ്യുന്നവ, അല്ലാതെ പഴയ ക്ലാസ്സുകൾ എടുത്തു തരുന്നതല്ല, ഏറ്റവും പുതിയ ക്ലാസ്സുകൾ. കൂടാതെ മലയാളം,
ഇംഗ്ലീഷ്, മാത്സ്, പിന്നെ കറന്റ് അഫയേഴ്സ് എന്നിവയ്ക്കുള്ള സ്പെഷ്യൽ ലൈവ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടും. കറന്റ് അഫയേഴ്സിന്റെയും മലയാളം, ഇംഗ്ലീഷ്, മാത്സിന്റെ ലൈവ് ക്ലാസ്സുകൾ ഈ 1200 റെക്കോർഡഡ് ക്ലാസ്സുകളെ കൂടാതെ ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഓഫർ റേറ്റിലാണ്. വെറും 999 പ്ലസ് ജി എസ് ടി ഏകദേശം 1140 രൂപയെ ആകെ ഇതിന് വരുന്നത്. അതായത് പലരും വലിയ രീതിയിൽ കോഴ്സുകൾ നൽകുമ്പോൾ നമ്മളിതാ ഈ 4 കോഴ്സുകൾക്കും നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ രീതിയിൽ എടുക്കാൻ പറ്റുന്ന വെറും 999 അതായത് 999 രൂപ. ആദ്യത്തെ 100 പേർക്ക് മാത്രമാണ് ഈ ഒരു അവസരം. ആദ്യത്തെ 100 പേർക്ക് മാത്രമാണ് ഈ ഒരു 999 ഈ ഒരു അവസരം നിങ്ങൾക്ക് കിട്ടുന്നത്. കാരണം ഈ ഒരു അവസരം വിനിയോഗിച്ചാൽ നിങ്ങൾ ഉറപ്പായിട്ടും ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെടും നിങ്ങൾക്ക് ഉറപ്പിക്കാം. ഉറപ്പിക്കാൻ ഇതിൽ കയറിയാൽ മാത്രം പോരാ, നിങ്ങൾ പഠിക്കണം. നിങ്ങൾക്ക് പഠിക്കാനുള്ള മുഴുവൻ വസ്തുതകളും ഏറ്റവും എന്താ പറയണ്ടേ സ്ട്രക്ചേർഡ് ആയിട്ട് തന്നെ നമ്മൾ ഇതിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ അതിനനുസരിച്ചുള്ള ടൈം ടേബിൾ കാര്യങ്ങൾ ഓരോ ദിവസം തരുന്നവ, അതിന്റെ PDF പരീക്ഷകളെല്ലാം ലൈവ് പരീക്ഷകൾ അടക്കം ഇതിലേക്ക് നിങ്ങൾക്ക് കിട്ടും. പ്രത്യേകിച്ച് കറണ്ട് അഫയേഴ്സിന്റെ അടക്കം മലയാളം, ഇംഗ്ലീഷ്, മാത്സ്, കറണ്ട് അഫയേഴ്സ് ഒക്കെ കൂടി 50 മാർക്ക്. ആ 50ൽ നിങ്ങൾക്ക് 50 മാർക്കോളം നിങ്ങൾക്ക് കൃത്യമായി കിട്ടുന്ന രീതിയിലുള്ള ക്ലാസ്സുകളാണ് അവിടെ നിങ്ങൾക്ക് കിട്ടുന്നത്. ബാക്കി GK ഒക്കെ എല്ലാം ഓക്കെ ആണ്. നിങ്ങൾ വന്ന് ജോയിൻ ചെയ്താൽ മാത്രം മതി. ഈ അവസരം ഇപ്പൊ മാത്രമേ ഉള്ളൂ. കൃത്യമായി എന്ത് ചെയ്യുക, വന്ന് ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പോ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ പ്ലേ സ്റ്റോറിൽ ഹാജാസ് ക്ലാസ്സസ് എന്ന് അടിച്ചു കൊടുത്ത് അതിൽ പ്ലേ സ്റ്റോറിൽ കയറി നിങ്ങൾക്ക് അതിലേക്ക് ഡയറക്റ്റ് ജോയിൻ ചെയ്യാം. അല്ലെങ്കിൽ എന്റെ നമ്പറിലേക്ക് 7306662334 എന്ന നമ്പറിലേക്ക് വിളിക്കുകയോ ചെയ്യാം. അതല്ലെങ്കിൽ താഴെ കാണുന്ന ഇതാ ഈ ഒരു ഹാജാ സാറിന്റെ നമ്പറാണ്, അതിലേക്ക് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിൽ അഡ്മിഷൻ എടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോ അടിപൊളിയായിട്ട് നമുക്ക് ഈ ഒരു ബാച്ചിൽ കാണാം. ഓക്കെ.